ജനകീയ സിനിമാ സംരംഭകവുമായി രംഗത്തെത്തിയ യുവ സംവിധായകന്റെ ചിത്രം ഖത്തറിൽ പ്രദർശിപ്പിക്കാനൊരുങ്ങുന്നു. അൻഷദ് സംവിധാനം ചെയ്ത ദായോം 12 എന്ന സിനിമയാണ് ദോഹയിലെ FCC ഹാളിൽ പ്രദർശിപ്പിക്കുന്നത്. പ്രമുഖ താരങ്ങളുടെ സാന്നിധ്യമില്ലാതെ അരങ്ങിലും അണിയറയിലും പുതുമുഖങ്ങളെ അണിനിരത്തിയാണ് അർഷദിന്റെ ദായോം 12 എന്ന സിനിമ പൂർത്തിയാക്കിയത്. കേരളത്തിലെ തിയേറ്ററുകൾ തിരസ്കരിച്ച ചിത്രം ജനങ്ങളിലേക്ക് എത്തിക്കാൻ പുതുവഴികൾ തേടുകയാണ് ഈ യുവ സംവിധായകൻ. ചിത്രത്തിന്റെ ആദ്യ പ്രദർശനം ഒക്ടോബർ 25-ന് കോഴിക്കോട് നളന്ദ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന യൂത്ത് സ്പ്രിംഗ് ഫിലിം ഫെസ്റ്റിവലിലാണ്. ഇതിന്റെ മുന്നോടിയായി ഖത്തറിലെ ആസ്വാദകർക്കായി സിനിമാ പ്രദർശനവും സംവാദവും നടത്താൻ തീരുമാനിച്ചതായി ഫ്രീ ടാക്കീസ് ദോഹ ഭാരവാഹികൾ പറഞ്ഞു. വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിക്ക് FCC ഓഡിറ്റോറിയത്തിലാണ് ദോഹയിലെ പ്രദർശനം. ഇതിനു മുമ്പ് ശ്രദ്ധേയമായ ഏതാനും ചെറു സിനിമകളിലൂടെ അർഷദ് മാധ്യമ ശ്രദ്ധ നേടിയിരുന്നു. തന്റെ ആദ്യ ഫീച്ചർ സിനിമയ്ക്ക് തിയേറ്ററുകൾ നിഷേധിക്കപ്പെട്ടതിൽ പരിഭവമില്ലാത്ത അർഷദ് ഫേസ്ബുക്ക് മുഖേനയും സമാന്തര സിനിമാ കൂട്ടായ്മകളിലൂടെയും സിനിമയുമായി ജനങ്ങളിലേക്ക് ഇറങ്ങാനാണ് തീരുമാനിച്ചത്. ഫെബ്രുവരിയിൽ തൃശൂരിൽ നടക്കുന്ന വിബ്ജിയോർ ചലച്ചിത്രമേളയിലും സിനിമ പ്രദർശിപ്പിക്കും. മീഡിയ 1 ദോഹ. മറ്റു വാർത്തകളിലേക്ക്. മഹാരാഷ്ട്രയിൽ ശിവസേന BJP അനുരഞ്ജനത്തിന് സാധ്യതയേറുന്നു. ഉപാധികളില്ലാതെ BJP സർക്കാരിനെ പിന്തുണയ്ക്കാൻ തയ്യാറാണെന്ന സന്ദേശവുമായി ശിവസേന മേധാവി ഉദ്ധവ് താക്കറെയുടെ ദൂതന്മാർ ഡൽഹിയിലെത്തി. ദീപാവലിക്ക് ശേഷം BJP നേതാക്കളായ രാജ്നാഥ് സിംഗും JP നദ്ദയും മുംബൈയിലെത്തി സഖ്യം സംബന്ധിച്ച് അന്തിമ തീരുമാനം കൈക്കൊള്ളും. തിരഞ്ഞെടുപ്പ് കാലത്ത് നരേന്ദ്രമോദിക്കെതിരെ നടത്തിയ വ്യക്തിപരമായ ആക്ഷേപങ്ങളും മുഖ്യമന്ത്രി സ്ഥാനം സംബന്ധിച്ച പിടിവാശികളും ശിവസേന തൽക്കാലം മറക്കുകയാണെന്നാണ് സൂചന. BJPയാണ് പ്രധാന കക്ഷിയെന്ന് അംഗീകരിച്ചുകൊണ്ട് സഖ്യത്തിന് തയ്യാറായി വന്നാൽ മാത്രമേ ശിവസേനയുമായി ചേർന്ന് സർക്കാർ രൂപവൽക്കരിക്കേണ്ടതുണ്ടൂ എന്ന മോദിയുടെയും അമിത്ഷായുടെയും കാർക്കശ്യത്തിന് വിധേയപ്പെടാൻ ഉദ്ധവ് താക്കറെ തയ്യാറെടുക്കുകയാണ്. NCPയുടെ പുറത്തുനിന്നുള്ള പിന്തുണ സ്വീകരിച്ച് ഒറ്റയ്ക്ക് സർക്കാർ രൂപവൽക്കരിക്കാനുള്ള ശ്രമവുമായി BJP മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഉദ്ധവ് താക്കറെയുടെ ദൂതുമായി മുതിർന്ന ശിവസേനാ നേതാക്കളായ അനിൽ ദേശായിയും സുഭാഷ് ദേശായിയും ഡൽഹിയിൽ രഹസ്യ സന്ദർശനം നടത്തി മടങ്ങിയത്. മുതിർന്ന BJP നേതാക്കളുമായി ഇവർ കൂടിക്കാഴ്ച നടത്തി. भारतीय जनता पार्टी के राष्ट्रीय अध्यक्ष आदरणीय अमित शाह जी ने मुझे महाराष्ट्र का और राजस्थान की जिम्मेवारी दी है. हमारे अध्यक्ष जी ने मेरे ऊपर विश्वास व्यक्त किया है. दोनों ही प्रदेशों में हमारी सरकार है. एक जगह सरकार बनने वाली है और एक जगह हमारे यहाँ सरकार है. സഖ്യം പുനഃസ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി ഡൽഹിയിലെത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സന്ദർശിക്കാൻ ഉദ്ധവ് താക്കറെ തയ്യാറാണെന്ന സന്ദേശവും ഇവർ BJP നേതൃത്വത്തിന് നൽകിയിട്ടുണ്ട്. അതേസമയം കഴിഞ്ഞ ദിവസം നാഗ്പൂരിൽ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ വസതിയിൽ സമ്മേളിച്ച വിദർഭയിൽ നിന്നുള്ള BJP MLA-മാർ ഗഡ്കരി മുഖ്യമന്ത്രിയാകണമെന്ന് BJP വൃത്തങ്ങളിൽ ആശയക്കുഴപ്പം സൃഷ്ടിച്ചിട്ടുണ്ട്. വിദർഭ മേഖലയിൽ നിന്നുള്ള 44 MLA-മാരിൽ 39 പേരും ഗഡ്കരിക്ക് പിന്തുണയുമായി എത്തി. ഗഡ്കരിയുടെ വിശ്വസ്തനും BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനുമായ സുധീർ മുങ്കണ്ടിവാറിന്റെ നേതൃത്വത്തിലാണ് ഈ നീക്കം നടത്തുന്നത്. എന്നാൽ ദേവേന്ദ്ര ഫട്നാവിസിനാണ് തന്റെ പിന്തുണയെന്നും മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചുവരാൻ ആഗ്രഹമില്ലെന്നും നിതിൻ ഗഡ്കരി വ്യക്തമാക്കി. മീഡിയ 1 ഡൽഹി. കള്ളപ്പണ വിവാദത്തിൽ BJPക്ക് കോൺഗ്രസിന്റെ മറുപടി. ഇക്കാര്യത്തിൽ കോൺഗ്രസിനെ ബ്ലാക്ക്മെയിൽ ചെയ്യാമെന്ന് BJP കരുതേണ്ടെന്ന് കോൺഗ്രസ് നേതാവ് അജയ് മാക്കൻ പറഞ്ഞു. 136 പേരുടേത് മാത്രമല്ല, പട്ടികയിലെ മുഴുവൻ പേരുകളും പുറത്തുവിടണം. കേസിൽ ഏത് അന്വേഷണവും നേരിടാൻ കോൺഗ്രസ് തയ്യാറാണെന്നും അജയ് മാക്കൻ പറഞ്ഞു. കള്ളപ്പണക്കാരുടെ പട്ടിക പുറത്തുവിട്ടാൽ അത് കോൺഗ്രസിന് അടിയാകുമെന്ന് നേരത്തെ പ്രതിരോധ മന്ത്രി അരുൺ ജെയ്റ്റ്ലി പറഞ്ഞിരുന്നു. കള്ളപ്പണ നിക്ഷേപകരുടെ പട്ടിക പൂർണ്ണമായും പുറത്തുവിടാനാവില്ലെന്ന BJP സർക്കാരിന്റെ നിലപാടിനെതിരെ ശക്തമായ വിമർശനവുമായാണ് കോൺഗ്രസ് രംഗത്തെത്തുന്നത്. പട്ടികയിലെ ചില പേരുകൾ പുറത്തുവന്നാൽ കോൺഗ്രസ് നാണം കെടുമെന്ന കേന്ദ്ര ധനകാര്യമന്ത്രി അരുൺ ജെയ്റ്റ്ലിയുടെ പ്രസ്താവനയോട് പ്രതികരിക്കുകയായിരുന്നു മാക്കൻ. ജനങ്ങൾ അർദ്ധസത്യം അറിഞ്ഞതുകൊണ്ട് കാര്യമില്ലെന്നും എല്ലാ പേരുകളും BJP പുറത്തു പറയണമെന്നും മാക്കൻ ആവശ്യപ്പെട്ടു. 136 लोगों के नाम बताए जाएंगे और साथ में माननीय वित्त मंत्री जी ने यह भी कह दिया कि कांग्रेस पार्टी के लिए बहुत एम्बैरेसिंग होगा. कांग्रेस पार्टी किसी भी प्रकार की धमकी और ब्लैकमेलिंग के अंदर नहीं आने वाली है. ഭാഗികമായ പട്ടികകൾ കഴിഞ്ഞ ഏതാനും വർഷമായി പുറത്തു വന്നതാണെന്നും കള്ളപ്പണ നിക്ഷേപകരുടെ മുഴുവൻ വിശദാംശങ്ങളും BJP പുറത്തുവിടണമെന്നും CPM നേതാവ് സീതാറാം യെച്ചൂരിയും ആവശ്യപ്പെട്ടു. All accounts held by Indians abroad, they will have to be examined whether it is legal or illegal, and on that basis a white paper has to be issued on the amount of black money that has been stashed away, by whom. 100 ദിവസം കൊണ്ട് കള്ളപ്പണക്കാരെ തുറന്നു കാട്ടുമെന്നും മുഴുവൻ കള്ളപ്പണവും ഭാരതത്തിന്റെ ഖജനാവിൽ തിരികെ എത്തിക്കുമെന്നുമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയ വാഗ്ദാനം. ജർമ്മൻ ബാങ്കിന്റെ പട്ടിക കൂടുതൽ വിവാദമായതോടെ ഭാഗികമായ ലിസ്റ്റ് പുറത്തിറക്കി മുഖം രക്ഷിക്കാനാണ് BJPയുടെ ശ്രമം. റഷീദുദ്ദീൻ, മീഡിയ 1 ന്യൂഡൽഹി. ISRO ചാരക്കേസിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്ന് പാർട്ടിയിൽ ആവശ്യപ്പെടാൻ ഐ ഗ്രൂപ്പിന്റെ നീക്കം. ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ട് കരുണാകരന്റെ മക്കളായ K മുരളീധരനും പത്മജിക്കും ഒപ്പം ഐ ഗ്രൂപ്പ് നേതാക്കളും രംഗത്തെത്തി. പാർട്ടിയിലെ ഗ്രൂപ്പ് ബലാബലത്തിന് സംഭവത്തെ ഉപയോഗിക്കാനാണ് ശ്രമമെന്ന് സൂചനയുണ്ട്.
ISRO ചാരക്കേസ് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കേണ്ടെന്ന സർക്കാർ തീരുമാനം ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു. 3 മാസത്തിനകം യുക്തമായ തീരുമാനമെടുക്കാൻ കോടതി ആവശ്യപ്പെടുകയും ചെയ്തു. കെ കരുണാകരനെ പോലെ ഉന്നതനായിട്ടുള്ളൊരു വ്യക്തിയെ മാനസികമായി പീഡിപ്പിക്കുകയും അതുപോലെ തന്നെ നമ്പി നാരായണനെ പോലുള്ളവരെ ശാരീരികമായി പീഡിപ്പിക്കുകയും ചെയ്ത സംഭവമാണ് ചാരക്കേസിൽ ഉണ്ടായത്. കോടതിയുടെ വ്യക്തമായ ഡയറക്ഷൻ വന്നല്ലോ. ഇനി അന്വേഷിക്കട്ടെ, തെറ്റ് ആര് ചെയ്താലും ശിക്ഷിക്കപ്പെടും. എനിക്കൊരു അപേക്ഷ മാത്രമേ ഗവൺമെന്റിനോട് പറയുള്ളൂ. ഇതിന്റെ മേലെ അപ്പീൽ പോകാന്ന് പറയുന്നത് എൻ്റെ അച്ഛനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമായിരിക്കും. ജനങ്ങൾക്ക് അറിയാം അദ്ദേഹം നിരപരാധിയാണ്. പക്ഷെ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ പോലും അദ്ദേഹത്തിനെതിരെ ഒരു ഇത് പറയുന്നത് നമുക്ക് സങ്കടമായിട്ടുള്ള കാര്യമാണ്. ഇതേ ആവശ്യം ഉന്നയിച്ച് മറ്റ് ഐ ഗ്രൂപ്പ് നേതാക്കളും രംഗത്ത് വന്നിട്ടുണ്ട്. കരുണാകരന്റെ പേരിൽ ചാർത്തപ്പെട്ട കളങ്കം മാറ്റേണ്ടത് ഓരോ കോൺഗ്രസ് പ്രവർത്തകന്റെയും ബാധ്യതയാണെന്ന് KPCC വൈസ് പ്രസിഡന്റ് ലാലി വിൻസെന്റ് പ്രതികരിച്ചു. കൃത്യമായ രീതിയിൽ അന്വേഷണമുണ്ടായി ആ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടിയെടുക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന് തന്നെയാണ് വിധിന്യായത്തിലെ വാക്കുകളുടെ അന്തസത്ത. അത് നടപ്പിലാവണമെന്ന് ആവശ്യപ്പെടുക ഒരു കോൺഗ്രസുകാരന്റെ ധർമ്മമല്ലേ? ഈ ആവശ്യം പാർട്ടിയിൽ ശക്തമായി ഉന്നയിച്ച് എ ഗ്രൂപ്പിനെ പ്രതിരോധത്തിലാക്കാനാണ് ഐ ഗ്രൂപ്പിന്റെ ശ്രമം. വിശാല ഐ ഗ്രൂപ്പായി പുനരേകീകരിച്ച സാഹചര്യത്തിൽ വന്ന വിഷയം സജീവമാക്കാൻ തന്നെയാണ് ഐ ഗ്രൂപ്പിന്റെ തീരുമാനം. വിവിധ ബ്യൂറോകൾക്കൊപ്പം മുഹമ്മദ് അസ്ലം, മീഡിയ 1, തിരുവനന്തപുരം. പഠനം പൂർത്തിയായ ശേഷവും 70 വിദ്യാർത്ഥികൾ കാലിക്കറ്റ് സർവകലാശാലയുടെ പുരുഷ ഹോസ്റ്റലിൽ അനധികൃതമായി തങ്ങുന്നു. ഹോസ്റ്റൽ പ്രശ്നം പഠിച്ച സിൻഡിക്കേറ്റ് ഉപസമിതിക്ക് വാർഡൻ നൽകിയ റിപ്പോർട്ടിലാണ് അനധികൃത താമസക്കാരുടെ പേര് വിവരങ്ങൾ ഉള്ളത്. പട്ടിക തയ്യാറായതോടെ പഠനം കഴിഞ്ഞും താമസിക്കുകയായിരുന്ന ഡിപ്പാർട്ട്മെന്റ് സ്റ്റുഡൻസ് യൂണിയൻ ചെയർമാനും SFI നേതാവുമായ സാനിബ് തിങ്കളാഴ്ച മുറിയൊഴിഞ്ഞു. 310 പേർക്ക് താമസിക്കാൻ സൗകര്യമുള്ള പുരുഷ ഹോസ്റ്റലിൽ 295 പേരാണ് ഇപ്പോൾ കഴിയുന്നത്. 99 പേർ താമസിക്കാനായി അപേക്ഷ നൽകി കാത്തിരിക്കുന്നു. ഇതേ സമയത്താണ് 70 പേർ പഠനം കഴിഞ്ഞിട്ടും അനധികൃതമായി ഹോസ്റ്റലിൽ താമസിക്കുന്നത്. ഡിപ്പാർട്ട്മെന്റ് സ്റ്റുഡൻസ് യൂണിയൻ ചെയർമാനും SFI നേതാവുമായ KA സാനിബും അനധികൃത താമസക്കാരുടെ പട്ടികയിലുണ്ട്. ഹോസ്റ്റലിന്റെ അസൗകര്യം ഉന്നയിച്ച് SFI നടത്തുന്ന സമരത്തിന്റെ നേതൃനിരയിലുള്ളയാളാണ് സാനിബ്. റിപ്പോർട്ട് സമർപ്പിച്ചയുടൻ സാനിബ് മുറിയൊഴിഞ്ഞു. തിങ്കളാഴ്ച സാനിബ് മുറിയൊഴിഞ്ഞ കാര്യം പേന കൊണ്ട് റിപ്പോർട്ടിൽ എഴുതി ചേർത്തിരിക്കുകയാണ്. 2008 മുതൽ ഹോസ്റ്റലിൽ താമസിക്കുന്ന ഹിന്ദി വകുപ്പിലെ ഗവേഷകൻ മണികണ്ഠൻ ഉൾപ്പെടെ 70 അനധികൃത താമസക്കാരുടെ പട്ടിക വെള്ളിയാഴ്ച ചേരുന്ന സിൻഡിക്കേറ്റ് യോഗം പരിഗണിക്കും. ഗവേഷണത്തിന്റെ പേരിൽ വർഷങ്ങളായി ചിലർ ഹോസ്റ്റൽ കൈയടക്കുന്നുവെന്ന ആക്ഷേപം നിലനിൽക്കെയാണ് കാലിക്കറ്റ് സർവകലാശാലയിലെ ഹോസ്റ്റൽ വാർഡൻ തന്നെ അക്കാര്യം സ്ഥിരീകരിച്ചത്. MK ഷുക്കൂർ, മീഡിയ 1, കോഴിക്കോട്. കാമുകിക്ക് വേണ്ടി സധൈര്യം വാദിക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ ഭീഷണി കേൾക്കേണ്ടി വന്നാൽ അമേരിക്കൻ പ്രസിഡന്റ് എന്ത് ചെയ്യും? ഷിക്കാഗോയിലെ ഒരു പോളിംഗ് ബൂത്തിൽ വെച്ചാണ് ഒബാമയ്ക്ക് ഇത് നേരിടേണ്ടി വന്നത്. എന്നാൽ യുദ്ധത്തിന് ഒരുങ്ങി നിൽക്കുന്ന 2 രാജ്യങ്ങൾക്കിടയിൽ കാണിക്കേണ്ട നയതന്ത്ര ചാരുതയോടെ ഒബാമ അത് കൈകാര്യം ചെയ്തു. ഷിക്കാഗോയിൽ മിഡ് ടൈം തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ ഡോക്ടർ മാർട്ടിൻ ലൂഥർ കിങ് ജൂനിയർ കമ്മ്യൂണിറ്റി സർവീസ് സെന്ററിൽ എത്തിയതായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ബരാക് ഒബാമ. ഒബാമയുടെ തൊട്ടടുത്ത് മറ്റൊരു വോട്ടിംഗ് യന്ത്രത്തിൽ ഒരു യുവതി വോട്ട് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് പ്രസിഡന്റിനു നേരെ ഒരാൾ നടന്നെടുത്തു. ഒപ്പം അപ്പുറത്ത് നിൽക്കുന്ന തന്റെ കാമുകിയെ തൊട്ടുപോകരുതെന്ന മുന്നറിയിപ്പും. ഇതു കേട്ട യുവതി അങ്കലാപ്പിലായി. പിന്നെ കള്ളച്ചിരിയോടെ കാമുകന് വേണ്ടി ക്ഷമാപണം. എല്ലാം ചിരിച്ചാസ്വദിച്ച ഒബാമ യുവതിയോട് കാമുകന്റെ പേരും വിശേഷവും ചോദിച്ചറിഞ്ഞു. വോട്ട് ചെയ്തു കഴിഞ്ഞു പോകുമ്പോൾ ഒബാമയുടെ മധുര പ്രതികാരം. ഇപ്പോൾ കാമുകൻ മൈക്കിന് അസൂയ കൂടിയിട്ടുണ്ടാകുമെന്ന് പരിഹസിക്കാനും ഒബാമ മറന്നില്ല. ന്യൂസ് ഡെസ്ക്, മീഡിയ 1. പ്രധാന വാർത്തകൾ വീണ്ടും. കൊച്ചി മരടിൽ ടാങ്കർ ലോറി മറിഞ്ഞ് ഡ്രൈവർ മരിച്ചു. ടാങ്കറിലെ ഗ്യാസ് മറ്റൊരു ടാങ്കറിലേക്ക് മാറ്റാൻ ശ്രമം. ദേശീയപാത ബൈപ്പാസിൽ കുണ്ടന്നൂർ മുതൽ മരട് വരെ ഗതാഗത നിയന്ത്രണം. പ്രദേശത്ത് കനത്ത സുരക്ഷ. ഏകീകൃത വിസ ഏർപ്പെടുത്താനുള്ള നടപടികൾ GCC രാജ്യങ്ങൾ ഊർജിതമാക്കുന്നു. വിസ ഏകീകരണത്തിലൂടെ കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷ. ഒമാനിലെ ഫീ വിസക്കാർ ജോലി ചെയ്യുന്ന കമ്പനിയുടെ വിസയിലേക്ക് ഉടൻ മാറണമെന്ന് തൊഴിൽ മന്ത്രിയുടെ നിർദ്ദേശം. കുവൈത്തിൽ വിദേശികളുടെ ചികിത്സ സ്വകാര്യവൽക്കരിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുന്നു. ആശുപത്രി നടത്തിപ്പിനായി സ്ഥാപിച്ച ഷെയർ ഹോൾഡിംഗ് കമ്പനിയുടെ ഓഹരി വിതരണം അടുത്ത മാസം തുടങ്ങും.
എണ്ണവില കുറയുന്നത് ഇറാനും അറബ് രാജ്യങ്ങളും തമ്മിലെ ബന്ധം കൂടുതൽ വഷളാക്കുന്നു. അമേരിക്കയും അറബ് രാജ്യങ്ങളും തമ്മിലുള്ള ഗൂഢാലോചനയാണ് എണ്ണവില കുറയ്ക്കുന്നതെന്ന് ഇറാന്റെ ആരോപണം. കാനഡ പാർലമെന്റിൽ വെടിവയ്പ്. അക്രമി കൊല്ലപ്പെട്ടു. പ്രധാനമന്ത്രിയെ പാർലമെന്റ് പുറത്തേക്ക് മാറ്റി. പാർലമെന്റ് താൽക്കാലികമായി അടച്ചു. ന്യൂസ് 1 മിഡിൽ ഈസ്റ്റ് പൂർണ്ണമാകുന്നു. ശുഭരാത്രി.